ഇനി നമുക്ക് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്ത് വരേണ്ട ഒരു ടേമാണ് ഈ ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഇതാണ് എൽ സബ്സ്ക്രിപ്റ്റ് ആണ് എൽ ഇ, മൾട്ടിപ്ലിക്കേഷൻ അല്ല, എൽ ഇനി അതിന് താഴെ ഇ, ഈക്വലൻ്റ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യുന്ന പേരാണ് എൽ ഇ. അപ്പോൾ ഇത് എവിടെ അപ്ലൈ ആകുക എന്ന് പറഞ്ഞാൽ ലോങ് കോളംസിനകത്ത് മാത്രമാണ് നമുക്ക് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് അപ്ലൈ ആവുക. ലോങ് കോളംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ നീളമുള്ള കോളംസ്, നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെയുള്ള വലിയ നീളമുള്ള കോളംസ്, അതായത് നമ്മുടെ ഡയമീറ്റർ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് വെച്ച് നോക്കുമ്പം അല്ലെങ്കിൽ വിഡ്ത്ത് വെച്ച് നോക്കുമ്പം ഡെപ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് വളരെ കൂടുതലുള്ളതിനാണ് ലോങ് കോളംസ് എന്ന് പറയുന്നത്. അപ്പം ഈക്വലൻ്റ് ലെങ്തിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് കോളം വിച്ച് ഇസ് ആക്ച്വലി ഇൻ ദ ബെൻഡിങ് പ്രോസസ്സ്. ഈ ലോങ് കോളംസ് ബെൻഡ് ആകുന്നത് അല്ലെങ്കിൽ അത് ഫെയിലർ ആകുന്നത് എങ്ങനെയാണ്? അത് ഒന്നുകിൽ അത് ഇങ്ങനെ ബെൻഡായിട്ട് ബ്രേക്കേജ് ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ ട്വിസ്റ്റായിട്ട് ബ്രേക്ക് ആകാം. അപ്പം പക്ഷേ ഒരിക്കലും ക്രഷ് ആകില്ല, മനസ്സിലായോ? ലോങ് കോളംസ് ഒരിക്കലും ക്രഷ്ഡ് ആകില്ല. അതിന് പകരം ബെൻഡായോ അല്ലെങ്കിൽ ബക്ലിംഗ് എന്നാണ് അതിന് പറയുന്നത്. ബക്ലിംഗ് പ്രോസസ്സിലൂടെയാണ് അത് ഫെയിലിയറിലേക്ക് പോകുക. അപ്പം ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം, ഈ ടേംസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് പ്രോബ്ലംസിനകത്തൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിനകത്ത് വെച്ചിരിക്കണം. അതായത് ഈക്വലൻ്റ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം എന്ന് പറയുന്നത് എൽ ഇ എന്നാണ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് എ കോളം വിച്ച് ഈസ് ആക്ച്വലി ഇൻ ദ ബെൻഡിങ് പ്രോസസ്സ് ഓർ ബക്ലിംഗ് പ്രോസസ്സ്. അപ്പം ആ പ്രോസസ്സിലുള്ള ആ പോയിന്റിലുള്ള ക്രിട്ടിക്കൽ ലോഡിനാണ് നമ്മൾ PCR അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂളേഴ്സ് ക്രിട്ടിക്കൽ ലോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണിത്, π² EI/LE². ഓക്കെ, ഈ ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ പ്രോബ്ലംസിനകത്തൊക്കെ ചോദിക്കുന്നതിന് സെവറൽ എൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു ലോങ് കോളമാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇങ്ങനൊരു കോളമുണ്ട്, ഇതിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള പെർമിഷനുണ്ട് ഈ ഒരു എൻഡിൽ, മനസ്സിലായോ? അതേസമയം ഈ ഫിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരിക്കലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒന്നും മൂവ് ചെയ്യില്ല. ആക്ച്വലി ഇതെന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു ആക്സിസിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് ഹിഞ്ച്ഡ് എന്ന് പറയുന്നത്, ഹിഞ്ച്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എൻ കണ്ടീഷൻസ് നോക്കുക. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത് ആ കോളത്തിൻ്റെ ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഫോർമുല എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ π² EI/ ആ കോളത്തിൻ്റെ ലെങ്തായിട്ട് മാറുന്നു, മനസ്സിലായ? ക്രിട്ടിക്കൽ ലോഡ്. ഇനി ഒരെൻഡ് ഫിക്സ്ഡ് ആണ്, അതർ എൻഡ് ഫ്രീ. നമ്മുടെ ഈ ക്യാൻറ്റിലീവർ പോലെ, ഇത് ക്യാൻറ്റിലീവർ അല്ല, ബീമല്ല, കോളമാണ്. അപ്പം ഈ കോളം വൺ എൻഡ് ഫ്രീ ആണ്, മറ്റേ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ ഈക്വലൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് 2L ആണ്. അപ്പം നിങ്ങൾ എല്ലിയുടെ സ്ഥാനത്ത് ഇവിടെ ഈ ഇക്വേഷനിൽ എല്ലിയുടെ സ്ഥാനത്ത് ഈ 2L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോഴാണ് നമ്മുടെ ഈ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. ഇനി ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് എന്ന് പറയുമ്പോൾ LE എന്ന് പറയുന്നത് L/2 ആണ്. അപ്പം എല്ലിയുടെ സ്ഥാനത്ത് L/2 ഇടുമ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. പിന്നെ വൺ എൻഡ് ഫിക്സ്ഡും അതർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ LE എന്ന് പറയുന്നത് L/√2 ആണ്. അതായത് ലെങ്ത് √2 ആണ് LE എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്രിപ്ലിംഗ് ലോഡ് ഇത് കിട്ടും. നിങ്ങൾ ഈ 4 കണ്ടീഷൻസും പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ 2-3 കണ്ടീഷൻസ് ചോദിക്കുമ്പോൾ ആ കണ്ടീഷൻസിനനുസരിച്ചുള്ള ക്രിപ്ലിംഗ് ലോഡ് നിങ്ങൾ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഈ യൂളേഴ്സ് കോളം തിയറിക്കകത്ത് കുറച്ച് അസംഷൻസ് ഉണ്ട്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. കോളം ഈസ് ഇനിഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിലിയാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. കോളം പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആണ്, വളവും തിരിവൊന്നും ഉണ്ടാവില്ല. ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം, അതായത് കോളത്തിൻ്റെ ഏരിയ അത് ക്രോസ് സെക്ഷണൽ ഏരിയ ഈക്വൽ ആയിരിക്കും ഫ്രം എൻഡ് ടു എൻഡ്. പിന്നെ ദ മെറ്റീരിയൽ ഓഫ് ദ കോളം ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നതായിരിക്കും, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ലെങ്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ഇറ്റ്സ് ആക്ച്വൽ ഡയമെൻഷൻസ്. ദ കോളം വിൽ ഫെയിൽ ബൈ ബക്ലിംഗ് കൊണ്ട് മാത്രം ആണ് കോളം ഫെയിൽ ആകുക എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. സെൽഫ് വെയിറ്റ് ഓഫ് കോളത്തിൻ്റെ വെയിറ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു, നെഗ്ലിജിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് സ്ട്രെസ് ഇസ് വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ഈ അസംഷൻസ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളൊരു 4-5 എണ്ണം പഠിച്ചിട്ട് അത് എഴുതി. 7 എണ്ണം തന്നെ എഴുതണമെന്നില്ല, മാർക്കിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറയ്ക്കുക. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ്. യൂളേഴ്സ് ഇക്വേഷനകത്ത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഇത് ലോങ് കോളംസിന് മാത്രം ആപ്ലിക്കബിൾ ആണ്. ഷോർട്ട് കോളംസിനോ ഇൻ്റർമീഡിയറ്റ് കോളംസിനോ നമുക്കിത് ആപ്ലിക്കബിൾ ആകില്ല, കാരണം ആ ഫോർമുല ഒന്നും ആപ്ലിക്കബിൾ ആകില്ല.
പിന്നെ ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ എക്സെൻട്രിക് ലോഡിങ്. എക്സെൻട്രിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കോളത്തിൻ്റെ ക്രോസ് സെക്ഷനാണെന്ന് വിചാരിക്കുക. സെൻട്രൽ അഫക്റ്റ് ചെയ്യുന്ന സെൻട്രലിലൂടെ മാത്രമേ ലോഡ് അഫക്റ്റ് ആവുകയുള്ളൂ എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. പക്ഷേ എക്സെൻട്രിക് ലോഡിങ്ങിൽ ഇത് ആകില്ല, അത് ആപ്ലിക്കബിൾ ആകില്ല. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർ എ ഷോർട്ട് കോളം വിത്ത് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്ലെൻഡർനെസ് റേഷ്യോ. സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഈക്വലൻ്റ് ലെങ്ത്. നമ്മൾ നേരത്തെ പഠിച്ച ഈക്വലൻ്റ് ലെങ്ത് ഇല്ലേ, ആ ഈക്വലൻ്റ് ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ജൈറേഷൻ. ലീസ്റ്റ് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സർക്കുലർ കോളം ആണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററാണ് ലീസ്റ്റ് റേഡിയസ് ഓഫ് ജൈറേഷൻ. ഇനി ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2ഉം ഡെപ്ത് എന്ന് പറയുന്നത് 4 ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ജൈറേഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. മനസ്സിലായോ? അപ്പം റേഡിയസ് ഓഫ് ജൈറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്: K = √I/A. I എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും K² √ പോവും I/A. ഐയുടെ വാല്യൂ നോക്കുമ്പോഴത്തേക്കും A K². ഓക്കെ, എന്നിട്ട് ഇതിനെ എടുത്തിട്ട് നമുക്ക് ഈ ക്രിപ്ലിംഗ് ലോഡിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുല നമുക്കറിയാം, PCR = π² EI/LE² എന്നാണ് നമ്മൾ ഇവിടെ നോക്കിയില്ലായിരുന്നു. അവിടെ നമ്മൾ ഈ I എടുത്തിടുക. I എന്തായിരുന്നു? AK² ആണെന്ന് നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്തു. സോ PCR = π² AK² PCR, അതായത് ക്രിപ്ലിംഗ് ലോഡ് π² EA. ഈ കെയെ നമ്മൾ നേരെ താഴേക്ക് കൊണ്ടുവരുന്നു. അപ്പം LE/K. അതായത് സ്ലെൻഡർനെസ് റേഷ്യോയുടെ ഡെഫിനിഷൻ എന്തായിരുന്നു? റേഷ്യോ ഓഫ് ദി ഈക്വലൻ്റ് ലെങ്ത് ടു ദ ലീസ്റ്റ് റേഡിയസ് ഓഫ് ജൈറേഷൻ. അതായത് ഈക്വലൻ്റ് ലെങ്ത് ബൈ K ആണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, LE/K ² ഇനി ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ട്രെസ്സ് കണ്ടുപിടിക്കാമല്ലോ. അതായത് സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്താണ്? ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ. അപ്പം ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് ക്രിപ്ലിംഗ് ലോഡ് ബൈ ഏരിയ. നമ്മൾ ഇതെടുത്ത് ഈ ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ എടുത്ത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും A ക്യാൻസലായി പോകുന്നു. അങ്ങനെ ക്രിപ്ലിംഗ് സ്ട്രെസ് = π² E/ സ്ലെൻഡർനെസ് റേഷ്യോ സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് കോളംസിന് ഈ സ്ലെൻഡർനെസ് റേഷ്യോ വളരെ കുറവായിരിക്കും. അപ്പം ക്രിപ്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലായിട്ട് പോകും. അപ്പോൾ അത് ഒരു ഡിഫക്റ്റാണ് നമ്മുടെ യൂളേഴ്സ് റൂളിൻ്റെ. അപ്പോൾ ലോങ് കോളംസിന് മാത്രമേ യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, നമ്മൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുമ്പം ഈ ഒരു പ്രോബ്ലം നോക്കാം. എ സോളിഡ് റൗണ്ട് ബാർ 3 മീറ്റർ ലോങ്. അപ്പം ഗിവൺ ഡേറ്റ ഏസിക്കും 3 മീറ്റർ, ഡയമീറ്റർ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അതിനെ മീറ്ററിലേക്ക്, ഓക്കെ, ഇവിടെ ഈ നമുക്ക് മില്ലിമീറ്ററിലായതുകൊണ്ട് നമുക്കിതെല്ലാം മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 3 മീറ്റർ മില്ലിമീറ്ററിലേക്ക് വരുമ്പോൾ 3000 മില്ലിമീറ്റർ. 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 50 മില്ലിമീറ്റർ. ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. അതായത് ഇവിടെ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് എന്ന്. ക്രിപ്ലിംഗ് ലോഡ് E = 2 × 10⁵ Nm². ടു ഫൈൻഡ് എന്താണ്? ക്രിപ്ലിംഗ് ലോഡ്, അതായത് PCR. കണ്ടീഷൻ എന്താണ്? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്. നമുക്കറിയാം, നമ്മൾ ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ നമ്മുടെ ക്രിപ്ലിംഗ് ലോഡ് എന്താണ്? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത് PCR = π² EI/LI² = π² EI/L². അല്ലേ? അതെ. അപ്പം ഇവിടെ നമുക്ക് പൈ കുഴപ്പമില്ല, E നമുക്കറിയാം, L നമുക്കറിയാം. ഇനി I കണ്ടുപിടിക്കണം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ഈ കൊടുത്തേക്കുന്നത്. I = അതൊരു സർക്കുലർ കോളമാണെങ്കിൽ πd⁴/64, അതായത് IXX അല്ലെങ്കിൽ IYY എന്ന് പറയും. ഓക്കെ, അതാണ് ഇതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇവിടെ നമ്മൾ I = π × D എന്താണ്? D നമുക്കറിയാം 50 mm ആണ്. 50⁴/64 കിട്ടുമ്പം I നമുക്ക് കിട്ടും. ആ Iനെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ക്രിപ്ലിംഗ് ലോഡ് കിട്ടും. ഓക്കെ, അതാണ് ആൻസർ. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സർക്കുലർ കോളം ആണെങ്കിലാണ് ഐയുടെ വാല്യൂ ഇത് വരിക, IXX. പക്ഷേ ഇനി ഒരു റെക്റ്റാങ്കുലർ കോളം ആണെങ്കിലോ ഇതിന് 2 ഐയുടെ വാല്യൂ വരും. അതായത് IXX എന്നും വരും, IYY എന്നും വരും. അതായത് ഒരു റെക്റ്റാങ്കുലർ കോളത്തിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇതെന്ന് വിചാരിക്കുക. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് Bയും ഡെപ്ത് എന്ന് പറയുന്നത് D ആണെങ്കിൽ IXS എന്ന് പറയുന്നത് B × D³ / 12 ആണ്. ഇനി IYY യുടെ വാല്യൂ ആണെങ്കിലോ
d/b³/12 ആണ്. ഓക്കെ, അത് നിങ്ങൾ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്ന ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ആണ്. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് ഈ 4 കണ്ടീഷനിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം. 1 എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഈസ് ഫ്രീ എന്ന് പറയുമ്പം ഈ PCR നമ്മൾ അപ്ലൈ ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക. ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് നമുക്ക് എടുക്കാം, അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുക. 1 എൻഡ് ഫിക്സ്ഡ്, അതർ എൻഡ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് ക്രിപ്ലിംഗ് ലോഡ് എടുക്കുക. അപ്പം ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസിയാണ്. ഈ 4 ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ.